ഹലോ ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ ആ ഒരു സീരീസിന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും അനുബന്ധമായിട്ടുള്ള കോഴ്സുകളുമൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ പഠിക്കാനും അത് ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ഒരു വേദിയായിട്ടാണ് വിംബിളിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സംഘടിപ്പിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അതിന്റെ ഭാഗമായിട്ട് നോളജുകൾ മനോഹരമായിട്ട് ഷെയർ ചെയ്യുക, അത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിലേക്ക് മാക്സിമം ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കോ തെറാപ്പിയുടെ സീരീസ് നമ്മൾ ആരംഭിച്ചത്. അത് ഏകദേശം 10-15 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമ്മൾ ചർച്ച ചെയ്യാത്ത അഡ്ലേറിയൻ തെറാപ്പിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് പഠിക്കാനും അതേപോലെ തന്നെ അത് മനസ്സിലാക്കാനും എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സെഷൻ ലീഡ് ചെയ്യുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറാണ്. കാലിക്കറ്റ് സ്വദേശിയാണ്. അബുദാബിയിൽ നിന്നാണ് സാർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിംബിൾ അക്കാദമിയിലെ പ്രധാനപ്പെട്ട കോഴ്സുകളായിട്ടുള്ള CBTയുടെ 5 days വർക്ക്ഷോപ്പ്, അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് CBT, ബിഹേവിയറൽ തെറാപ്പി, സ്റ്റുഡൻസ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾക്കും കോഴ്സുകൾക്കും നിസാവ് സാറാണ് നേതൃത്വം വഹിക്കുന്നത്. സാറിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ 3 ദിവസം DBTയുടെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. DBT കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, DBT എന്നാണ് തുടങ്ങുക എന്നുള്ള ഒരടിസ്ഥാനത്തിലാണ് നമ്മൾ നാളെ മുതൽ DBTയുടെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈപ്പോളർ അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസോർഡറുകൾക്കും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനും നമ്മൾ DBT വളരെ മനോഹരമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യപ്പെടുന്നവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് നിസാവ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Hello. Okay. Thank you. Hello. Good evening. Good evening. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഗുഡ് ഈവനിങ്. വളരെ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ് നമ്മൾ ഈ ഒരു വെബിനാറുകൾ അല്ലെങ്കിൽ ഒരു നോളജ് ഹബിലേക്കൊക്കെ കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും അത് എല്ലാം നിരന്തരമായിട്ട് അതിൽ ജോയിൻ ചെയ്യുക. അതിൽ എന്നെ പോലുള്ള ആളുകൾ എനിക്ക് അതിൽ നിങ്ങളെ മുമ്പിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു അവസരങ്ങൾ, കാരണം ഇതൊക്കെ ഞാൻ ശരിക്കും നമ്മുടെ ഒരു അക്കാദമിയിലാണെങ്കിൽ ഇപ്പോൾ വൈസ് സാറുമായിട്ട് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. മാക്സിമം പ്രീ വെബിനാറിലൂടെ ആളുകൾ നമ്മൾ എന്നുള്ളത്. കാരണം മാക്സിമം നോളജുകൾ കൊടുക്കുക. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടോ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മാക്സിമം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കിട്ടുന്ന തെറാപ്പികളൊക്കെ പഠിക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങൾ സാറിന്റെ സൗണ്ട് ഒരു ഇത് വരുന്നുണ്ടോ? ഒരു ചെറിയൊരു ജെർക്കിംഗ് വരുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുണ്ടോ? ചെറുതായിട്ടുണ്ട്. ചെറുത്. ഫാൻ എന്തെങ്കിലും ഇട്ടുണ്ടോ സാർ അവിടെ? ഇല്ലല്ലോ. ഓക്കെ, ഇപ്പൊ ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഹെഡ്സെറ്റിന്റെ എന്തായിരിക്കും. ഓക്കെ. അപ്പോ മാക്സിമം ഇങ്ങനത്തെയുള്ള ചെറിയ നമ്മുടെ നോളജ് ഹാബിലൊക്കെ മാക്സിമം ആളുകൾ പിന്നെ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുക. പിന്നെ അവസരങ്ങൾ നമ്മളെ ആരെയും കാത്തിരിക്കില്ലല്ലോ. ഇപ്പൊ ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിവുകൾ നേടുക, മറ്റുള്ളവരിൽ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിംബിൾ അക്കാദമിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വളരെ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോ സ്ലൈഡ് കാണുന്നുണ്ടോ? Yes, sir. ഓക്കെ. അപ്പോ വളരെ ഒരു മനോഹരമായിട്ട് തന്നെയുള്ള ഒരു തെറാപ്പിയാണ് അഡ്ലേറിയൻ തെറാപ്പി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു
ഇപ്പത്തെ ഒരു കാലഘട്ടത്തില് 13, 14 വയസ്സായുള്ള കുട്ടികൾ പ്രണയബന്ധത്തിലേക്ക് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെയധികം അഡിക്റ്റഡ് ആവുന്നു. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് കാരണം നമ്മുടെ മക്കളെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവര് ഏത് ചിന്തകളാണ് കടന്നു പോകുന്നത്, എന്ത് ഫീലിങ്സ് ആണ്, എന്ത് ബിഹേവിയർ ആണ് നമ്മളോട് കാണിക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നത്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഇതേപോലെയുള്ള അത്ലേറ്റിക് തെറാപ്പി, കാരണം വലിയ ഫേമസ് അല്ലെങ്കിൽ പോലും ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ, തെറാപ്പികളെ പൂർണ്ണമായിട്ട് ഒന്ന് അറിഞ്ഞ് അതിന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സിറ്റുവേഷനിൽ ഏതിനാ നമ്മുടെ മുമ്പിൽ ആരായിക്കോട്ടെ വന്ന് ഒരു പ്രയാസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന തെറാപ്പിയാണ് ഇയാൾക്ക് എന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം തെറാപ്പികളെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോ ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ, അഡ്ലറിയൻ തെറാപ്പിയിലേക്ക് വരികയാണെങ്കിൽ, ഈ എന്തിലും ഒരു റീസൺ ഉണ്ടാവും. ഒരു തെറാപ്പി തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു റീസൺ ഉണ്ടായിരിക്കും ബിഹൈൻഡ് ആയിട്ടുള്ള. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു തെറാപ്പി തുടങ്ങാനും അന്നൊരു റീസൺ ഉണ്ടായിരുന്നു. ആൽഫ്രഡ് അഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന്റെ ഫൗണ്ടർ. അദ്ദേഹം ഒരു ചെറുപ്പകാലത്ത് ശാരീരികമായിട്ട് വളരെ അസ്വസ്ഥത ഉള്ള ആളായിരുന്നു. കാഴ്ചക്കുറവുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഈ ഒരു അങ്ങനെ ഈ ഒരു ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും അയാൾ സ്വയമായിട്ട് ഒരു ചിന്താഗതി എടുത്ത് ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക്. ഞാൻ മറ്റുള്ള ആളുകൾക്ക് തികഞ്ഞവനല്ല. ഞാനൊരു മോശക്കാരനാണ്. അതുകൊണ്ട് ആളുകൾ എന്നെ പരിഹസിക്കും എന്നുള്ള ഒരു തോട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ വന്നെങ്കിൽ പോലും അതിനൊക്കെ മറികടന്ന് അദ്ദേഹം പുതിയൊരു ലൈഫിലേക്ക് അദ്ദേഹം അറിയപ്പെട്ടു. ഇങ്ങനെയുള്ള അഡ്ലറിയൻ തെറാപ്പി എന്ന് അറിഞ്ഞ ലോകമെമ്പാടും അറിയപ്പെട്ട ഒരു തെറാപ്പി അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു. അപ്പോ നമ്മൾ ഈ ഒരു തെറാപ്പിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു തെറാപ്പിന്റെ പ്രോഗ്രസ് എന്ന് പോകുന്നത് ഇൻഡിവിജ്വൽ ഗ്രോത്ത് പ്ലസ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ്. അതാണ് അതിന്റെ ഒരു മോഡൽ. വ്യക്തിപരമായിട്ട് നമുക്ക് ആളുകൾക്ക് അവർക്ക് അവരെ ഗ്രോത്ത് ഉണ്ടാക്കി, പേഴ്സണാലിറ്റി ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുക, അതേപോലെ സോഷ്യൽ ഇന്ററാക്ഷൻ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു തെറാപ്പിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആകെ ജീവിതം, അതൊരാള് ജീവിക്കുന്നു. അയാള് ജീവിതത്തിന്റെ എല്ലാ തരത്തിലും അയാൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സാഹചര്യത്തില് അയാള് വികാരങ്ങൾ, ചിന്തകൾ, പെരുമാറ്റങ്ങൾ ഇവയെല്ലാം അയാൾ ഒരു സോഷ്യൽ ആയിട്ട് കണക്റ്റീവ് ആണ്. അപ്പോ ഈ ഒരു ചുറ്റുപാടിൽ ഈ ഒരു അദ്ലൈറിയം പറയുന്നത് സാമൂഹ്യപരമായിട്ട് സോഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മള് സൈക്കോ ഡൈനാമിക്കിലേക്ക് പോകുമ്പോൾ അബോധ മനസ്സിലുണ്ടാകുന്ന ചില ധാരണകളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. ഇനി CBT പോകുന്ന പ്രസന്റ് മൊമെന്റിൽ ഉണ്ടാകുന്ന ചിന്തകളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ DBT പോവുകയാണെങ്കിലോ ഇത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് എത്രത്തോളം ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അത്രത്തോളം പറ്റാത്തൊരവസ്ഥയിൽ. അതേ സംബന്ധിച്ച് അഡ്ലറിയിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും വ്യക്തിത്വ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രയാസം എന്തും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ നിന്ന് അയാളെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു. അപ്പൊ ആ സംഭവിച്ച സിറ്റുവേഷൻ മാത്രമല്ല പ്രാധാന്യം ഉണ്ടാകുന്നത്. ആ സംഭവം അയാളുടെ ലൈഫിൽ എവിടെയാണോ സംഭവിച്ചിട്ടുള്ളത് അവിടെ അയാൾക്ക് ചുറ്റുപാടുകൾ പ്രസക്തി ഉണ്ടാവും. അയാളെ ചിന്തകൾ അതിന് അനിവാര്യമാണ്. അതേപോലെ തന്നെ എന്ത് വികാരങ്ങളാണ് അയാൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്, എന്ത് ഈ ഒരു സ്വഭാവങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു അത്ലറ്റിക് തെറാപ്പിയിലൂടെ ഒരു മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രസന്റ് പ്രോബ്ലം കേൾക്കുന്നതിന് പകരം അയാളെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാം. പക്ഷെ അതിനപ്പുറം ആ വ്യക്തിയെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത്, എന്ത് പ്രയാസവുമായിട്ടാണ് അയാൾ നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത്, ആ പ്രയാസത്തിലേക്ക് എത്താൻ അയാൾ എന്ത് പ്രയാസം മുമ്പ് എന്തൊക്കെ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് വിശദമായിട്ട് അയാളുടെ ഏർലി ലൈഫ് മുതൽ ചൈൽഡ്ഹുഡ് വരെ മുതൽ ഈ പ്രസന്റ് മൊമെന്റ് വരെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ക്ലയന്റിനെ പഠിപ്പിച്ചു കൊടുക്കുക, അറിയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ പ്രധാനമായിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയാം, എൻകറേജ് എന്ന് പറയാം, മോട്ടിവേഷൻ എന്നൊക്കെ പറയാം. അതാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു ഇതിനെ കുറച്ച് അഡ്ലറിയൻ തെറാപ്പിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ചില ടൂൾസ് തന്നെ പറയും. പ്രധാനമായിട്ടൊരു
ഒരു സെഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ് ടൂൾസ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോ ആദ്യം നമ്മൾ ആ ഒരു ക്ലയന്റ് ഹോളിസ്റ്റിക് വ്യൂ ഓഫ് ദ പേഴ്സൺ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ഒരു വ്യക്തിയെ വ്യക്തിയായിട്ട് തന്നെ കാണാൻ നമ്മൾ അയാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ ഒരു ക്ലയന്റ് ആയിട്ട് വന്നു, ഒരു പ്രയാസങ്ങളായിട്ട് വന്നു. അപ്പൊ നമ്മൾ പ്രയാസങ്ങൾ എവിടുന്ന വന്നൊക്കെ ചോദിച്ചു. ഈ പ്രശ്നം എന്റെ ഉള്ളിൽ എത്രത്തോളം കണക്റ്റീവ് ആണ്, എന്റെ ഫീലിങ്സ് എത്രത്തോളാണ്. ചിലപ്പോ ഫാമിലി ലൈഫിലൊക്കെ പല പ്രയാസങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെങ്കിൽ എന്താണ്, ഭാര്യക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ല. ചിലപ്പോ എന്താ പറയാൻ പറ്റാത്ത ഫീലിങ്സുകളായിരിക്കും. ചിലപ്പോ ഓപ്പൺ ആവാത്ത കാര്യങ്ങളായിരിക്കും. വർഷങ്ങളോളം കൂടെ ഉണ്ടാവും. പക്ഷെ അതിന്റെ കുട്ടികളുണ്ടാവാം. ചിലപ്പോ കുട്ടികളോടുള്ള ജീവിതമൊക്കെ ഉണ്ടാവും ഹാപ്പിനെസ് ആയിട്ട്. പക്ഷെ ഇവർക്ക് തമ്മിൽ എന്താണ്, ഒരു ബെഡ്റൂമിൽ എത്തുമ്പോൾ എന്താണ് രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുന്ന ഈ ഒരു അദ്ലേറിയൻ തെറാപ്പിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ എന്താണ്, ഇൻഡിവിജ്വൽ ആയിട്ട് എന്താണ് അവരെ വ്യക്തികളായിട്ട് നമ്മൾ അവരെ കാണുക എന്നുള്ളതാണ്. അതിന്റെ സിംറ്റംസുകൾ ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ പലതും ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് അയാളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്ത് കാരണങ്ങളാണ് അയാളുടെ ലൈഫിൽ ഈ ഒരു പ്രയാസങ്ങൾ നടന്നു വന്നിട്ടുള്ളത് എന്ന് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോ അടുത്തത് ഗോൾ ഓറിയന്റഡ് ബിഹേവിയറിലേക്ക് വരുമ്പോൾ എല്ലാ ഒരു പെരുമാറ്റത്തിനും നമുക്ക് സാധാരണയായിട്ട് ലക്ഷണങ്ങളുണ്ട്. അപ്പോ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ ഒരു ബിഹേവിയർ ചിലപ്പോൾ നെഗറ്റീവ് ആണ്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്ന് CBT പറയുന്നില്ല. അതേപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങൾ അക്സെപ്റ്റൻസ് ചെയ്യുന്നത് ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ എനർജി കുറഞ്ഞതായിട്ട് തോന്നാം, ചിലപ്പോൾ ആള് വളരെ എനർജി കൂടിയതായിട്ട് ഒക്കെയാണ് എന്ന് തോന്നാം, പലതരത്തിലുണ്ടാവും. അപ്പോ എല്ലാ ഒരു പെരുമാറ്റത്തിനും ഒരു ലക്ഷ്യമുണ്ട് എന്നാണ് ഈ ഒരു തെറാപ്പിയിൽ പറയുന്നത്. ഈ ഒരു പെരുമാറ്റം, അതായത് ഒരു കുട്ടി വളരെ മോശമായിട്ട് വീട്ടില് ആളുകളോടൊപ്പം മോശമായിട്ട് പെരുമാറുന്നു, പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആ ഒരു കുട്ടിക്ക് എന്ത് മോട്ടോയാണ് അവിടെ ഉള്ളത്? എന്തുകൊണ്ടാണ് ഈ കുട്ടി ഒരു പെരുമാറ്റം കാണിക്കുന്നത്? ആ ഒരു പെരുമാറ്റത്തെ നമ്മൾ കണ്ടെത്തി ആൾക്ക് എന്താണ് അത് നമ്മൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ എന്തുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്, അതൊരു ഗോൾസ് ആക്കി നമ്മൾ കൊടുക്കണം. മോശമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കുറെ ചിന്തകൾ അവിടെ മനസ്സിലുണ്ടാവും. ആ രീതികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ കുറെയൊക്കെ മനസ്സിലാക്കി അവർക്ക് എന്താണ് ആവശ്യങ്ങൾ ഉള്ളത്, അവരെ ഉള്ളിൽ കിടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ എന്താണ്, പറയാൻ കക്കി വെച്ച് പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് അതൊരു ഗോൾസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തത് ഒരു ഇൻഫ്യൂരിറ്റി സുപ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പല ന്യൂനതകൾ ഉണ്ടാവും. നമുക്കെല്ലാം പെർഫെക്റ്റ് ആക്കി എല്ലാം ഓക്കെ ആയി എന്നുള്ള ഒരു ലൈഫ് ഒന്നും ചിലപ്പോൾ ഒരു 99% ഒന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോ ഈ ന്യൂനതകൾ എന്താണ്, ചിലപ്പോ പലപ്പോൾ എനിക്ക് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവും. എന്റെ സംസാരത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്താണ്, ഇതൊക്കെ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം. എന്റെ ന്യൂനതകൾ എന്താണ് കുറെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം, എന്റെ പോസിറ്റീവ് ആയ കാര്യം ഒക്കെ അറിയാം. അതനുസരിച്ച് എനിക്ക് ആളുകളോട് പെരുമാറാൻ പറ്റും. അതേപോലെ നിങ്ങൾക്കും അറിയാം, ഈ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മുടെ മോശമായിട്ടുള്ള വശങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ കാണാൻ നമ്മൾ ശ്രമിക്കില്ല. പിന്നെ എന്തെങ്കിലും റീസണൊക്കെ വരുന്ന സമയത്ത് ഒരു പൊട്ടിത്തെറിയൊക്കെ അയാൾ അങ്ങനെയായിരുന്നു, ഇത്രയും കാലം നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇപ്പൊ അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അയാൾ ഉള്ളിൽ ഇങ്ങനെ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് നമുക്കിപ്പോ ഒരു തിരിച്ചറിവുണ്ടായി. അതൊക്കെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ്. പക്ഷെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളവർ വരുന്ന ക്ലയന്റിന് എന്താണ്, അവരുടെ ഉള്ളില് ഒരുപാട് ന്യൂനതകളൊക്കെ എന്താണ്, ഞാന് അതില് ഈ ന്യൂനത ഉള്ളത് കൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എവിടെയും എത്താത്തത്. ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും. അതിലത് തന്നെ തുടക്കത്തിൽ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ശാരീരികമായിട്ട് ശ്വാസകോശ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലങ്ങൾ ഉണ്ടായി, കണ്ണിന് കാഴ്ചക്കുറവുണ്ടായി. അദ്ദേഹം എന്താണ്, മറ്റുള്ള കുട്ടികൾ അല്ലെ വീട്ടിലുള്ള ആളുകൾ എന്താണ്, ആളുകൾ ഇവരെ പരമാവധി ഒറ്റപ്പെടുത്തി, ഇയാളെ ഒറ്റപ്പെടുത്തി എന്താണ്, അസുഖമുള്ള ഒരു കുട്ടിയാണ്, അതുകൊണ്ട് പുറത്ത് കളിക്കാനൊന്നും പോകാൻ പാടില്ല, ഒരു പാരന്റ് ഒരു ചട്ടക്കൂട്ടില് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് സ്വയമായിട്ട് ഒരു ഇൻഫ്യൂരിറ്റി വന്നു. അതുകൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല, എനിക്ക് ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ടും എനിക്കൊന്നും കഴിവില്ല. പക്ഷെ അതിനൊക്കെ അയാൾ തരണം ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് സുപ്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻഫ്യൂരിറ്റി എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ സുപ്യൂരിറ്റിയിലേക്ക്, പദവിയിലേക്ക് നമ്മൾ ആക്കി കൊടുക്കണം. അയാളുടെ ആഗ്രഹങ്ങൾ, ഈ അതിലത് തന്നെ പറഞ്ഞു, അയാളുടെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വയം കണ്ടെത്തി എന്നുള്ളതാണ്. ഞാൻ എവിടെ ഇരിക്കേണ്ട ആളാണ്, ഞാനിങ്ങനെ ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ഒരു ചെയറിലോ ഇരിക്കേണ്ട ഒരാളല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള സുപ്യൂരിറ്റി പവറിലേക്ക് നമ്മളെ
ആളുകളെ എത്തിക്കുക. അപ്പൊ അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരാളെ മുമ്പിൽ എന്താണ് ആ പ്രശ്നം നിങ്ങളെ ലൈഫിൽ നടക്കുന്നത് ഒന്നുമല്ല. നിങ്ങളെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. ആ രീതിയിൽ എന്താണ് ആ പ്രശ്നത്തെ സ്വയം മനസ്സിലാക്കി നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ എന്താണ് നല്ലൊരു ജീവിതം അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയുടെ ഈ ഒരു ടൂൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോ അടുത്തത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈല് പറയുമ്പോൾ നമ്മള് പൊതുവെ ആയിട്ട് പലർക്കും പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് എന്താണ് പല രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പല രീതിയിലായിരിക്കും നമ്മൾ അനുഭവിക്കുക. പല രീതിയിലായിരിക്കും നമ്മൾ ഒരു കാര്യം പ്രതികരിക്കുക. അപ്പോ ഇതില് വരുന്ന ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രശ്നം വന്ന സമയത്ത് അയാൾ എന്ത് ചിന്തയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്? ഏത് രീതിയിലാണ് അയാൾ ആ പ്രശ്നം അനുഭവിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലാണ് ആ പ്രശ്നത്തെ അയാൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്? ഇത് വളരെയധികം കാരണം അത് അയാളുടെ ലൈഫ് സ്റ്റൈലിനെ പിന്നീട് അങ്ങ് മാറ്റിയിട്ടുണ്ടാവും ഈ ഒരു പ്രശ്നം കാരണം. ചിലപ്പോ വീട്ടിലെന്നും അടിയും ബഹളവും ഉണ്ടാവുന്ന സമയത്ത് അയാള് ഭാര്യ അല്ല ഭർത്താവ് പിന്നെ അതിനെ റെസ്പോൺസ് ചെയ്തു. ആ റെസ്പോൺസ് ചെയ്ത കാര്യത്തിൽ എന്താണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള അയാൾ ശാരീരികമായി മാനസികമായി തളരുന്നു. എന്നും പ്രശ്നങ്ങളാണ്. അത് കേൾക്കുമ്പോൾ എന്താണ് പിന്നീട് ലൈഫ് സ്റ്റൈൽ തന്നെ മാറുന്നു. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ജോലിക്ക് പോയാൽ തന്നെ അവിടൊന്നും ശരിയാവുന്നില്ല. കുട്ടികളെ correct ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല. പിന്നെ അതേപോലെ തന്നെ പഴയതുപോലെ ഒരു ഹാപ്പിനെസ് ലൈഫിൽ കിട്ടുന്നില്ല. ഇതൊക്കെ എന്താണ് അവരെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതേപോലെ നമ്മൾ എന്താണ് മൊത്തത്തിൽ ക്ലയന്റ് ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്ന രീതിയില് അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ മുമ്പ് ചെറുപ്പത്തിൽ നടന്നിട്ടുള്ള ഏർലി ലൈഫിൽ എന്തൊക്കെയാണ് അവര് അനുഭവിച്ചിട്ടുള്ളത്? എന്തൊക്കെ സംഭവങ്ങളാണ് അവരെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നത്? അത് നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞിട്ട് അതിനെന്താണ് നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ നല്ലൊരു ലൈഫ് ഇവന്റ്സിൽ മനസ്സിലാകുന്ന ഒരു കാര്യത്തോടു കൂടി അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോ അതേപോലെ സോഷ്യൽ ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് മാനസികമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോ അത് അവിടെ എങ്ങനെയാ ചെയ്യുക? വ്യക്തിപരമായിട്ടൊരു സോഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക. മറ്റുള്ള ആളുകളെ പരിഗണിക്കാനുള്ള ഒരു മെന്റൽ എബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും. ചിലപ്പോ നമുക്കൊക്കെ സമൂഹത്തിനോട് അല്ലെ കുടുംബത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവും. ആ പ്രതിബദ്ധത ചിലപ്പോൾ പലർക്കും നിറവേറ്റാൻ പറ്റില്ല. ചില ആള് കുറച്ചൊക്കെ ചെയ്യും ഒക്കെ ഉണ്ടാവും. എങ്കിലും ഒരു നെവർ മൈൻഡ് ആയിട്ട് നടക്കുന്ന ആളുകൾക്കൊന്നും ഇത് വലിയ പ്രശ്നങ്ങളുണ്ട്. അതേ സമയത്ത് ഒരു സിറ്റുവേഷൻ ഒരു പ്രോബ്ലം വന്ന ആൾക്ക് കുടുംബത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്തകൾ അവർക്ക് വരുമ്പോൾ മാനസികമായിട്ട് അയാൾക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഈ ഒരു തെറാപ്പിയിലൂടെ അവർക്ക് നല്ലൊരു മാനസിക ഒരു സൂചന എന്ന നിലയിൽ മറ്റുള്ളവരെ ആദ്യം അംഗീകരിപ്പിക്കുക എന്നുള്ളത്. ഏതൊരു സിറ്റുവേഷനും നിങ്ങൾ അയാളെ അംഗീകരിക്കാൻ പഠിക്കണം. അയാൾ എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് ഒബ്സർവ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. ബെനിഫിറ്റ് മീൻസ് നമുക്കത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ വളരെയധികം ലോ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആളുകളുണ്ടാവും. സ്വയം മനസ്സിൽ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പത്തേനും ആള് വളരെയധികം തളർന്നു പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, പിന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ഒരു മാനസികമായിട്ട് ഇല്ലൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ബിഹേവിയർ ഇഷ്യൂസ്. ബിഹേവിയർ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് കുട്ടികൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തെറാപ്പിയാണ്. കാരണം അവർക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ മനസ്സറിഞ്ഞ് നീക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് ഇതിൽ നമുക്ക് ഉള്ളത്. അപ്പൊ ഈ ഒരു ഈ ഒരു മേഖലയ്ക്കൊക്കെ നമുക്ക് അവരെ ഉപയോഗിക്കാം. കാരണം ഒരു ഡിപ്രഷൻ വന്നിട്ടുള്ള ഒരാൾ, ഒരു ആങ്സൈറ്റി വന്നിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അയാൾ വ്യക്തിപരമായിട്ട് നമ്മൾ അയാൾക്ക് ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ഒരു സ്റ്റൈൽ വരെ ഈ ഒരു തെറാപ്പിയിൽ കൊടുക്കാം. ഒരു ക്ലാസ് ഒക്കെ കൊടുക്കാം. ഈ ഒരു തെറാപ്പിന്റെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് വരും. പിന്നെ എഡ്യൂക്കേഷൻ, സ്കൂൾ കൗൺസിലേഴ്സിന് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു തെറാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് നമുക്കിപ്പോ ഒരു ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരു ഈ തെറാപ്പിയെ കുറിച്ച് പൂർണ്ണമായിട്ടൊന്ന് അവയർനെസ് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളത് കുറച്ച് റിലാക്സേഷൻ കിട്ടാനുള്ള സാധ്യത ഈ ഒരു തെറാപ്പിയിലും ഉണ്ട്. പിന്നെ ഏതൊരു ഇതിലാണെങ്കിലും ആണെങ്കിലും ഒരുപാട് റിലാക്സേഷൻ മെത്തേഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു അഡ്ലറിയൻ തെറാപ്പിയിൽ റിലാക്സേഷൻ വളരെ കുറവാണ്. കാരണം നമ്മൾ അയാളെ മനസ്സിലാക്കി സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ആളെ എന്താണ് ഓപ്പൺ അപ്പ് ആക്കിയിട്ട് അയാളെ ഒരു പ്രസന്റ് മൊമെന്റിലെ പ്രയാസങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയിട്ട് അയാളെ കുട്ടിക്കാലത്തുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ചികഞ്ഞെടുത്തിട്ട് ഇപ്പോഴത്തെ ലൈഫിലേക്ക് കണക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്തത്
ഇതിന്റെ ഒരു 4 സ്റ്റേജസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലയന്റും ഒരു തെറാപ്പിസ്റ്റും നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം എന്തും തുറന്ന് പറയാനുള്ള മനസ്സ് ക്ലയന്റിന് ഉണ്ടായിരിക്കണം. അതേപോലെ അത് കേൾക്കാനും മനസ്സിലാക്കാനും എമ്പതറ്റിക്കലായിട്ട് അത് പറഞ്ഞ് തിരിച്ചങ്ങോട്ടും നോൺ ജഡ്ജ്മെന്റൽ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ കേൾക്കാനും അതേപോലെ കേട്ട് പറയാനും ഒക്കെ നമുക്കും കഴിയണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ പോരെ, നിങ്ങൾക്ക് അത് അവിടെ നിന്ന് മാറി നിന്നാൽ പോരെ, ആങ്സൈറ്റി ഉള്ള ഒരാളോട് തൽക്കാലം നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നാൽ നിങ്ങൾ അങ്ങോട്ട് പേടിയുള്ള സ്ഥലത്തേക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ പ്രശ്നബാധിത മേഖലയുള്ള ഫാമിലി ലൈഫിലൊക്കെ അയാൾക്ക് നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ക്ലയന്റിന് ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. അത് മാക്സിമം ആളുകളെ അയാളുടെ ക്ലയന്റ് ആരോ കുട്ടിയോ മുതിർന്ന ആളുകളോ ആരോ ആയിക്കോട്ടെ, അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് അവർക്ക് എന്താണ് ആവശ്യം, വ്യക്തിപരമായിട്ട് അയാൾ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അയാൾ എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത്. ചിലപ്പോ സ്വന്തം വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ കൗൺസിലേഴ്സിനോട് പറയും. കാരണം എന്തുകൊണ്ടാണ് അവിടെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്ക് അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത്? അവിടെ ശ്രദ്ധ നേടുക എന്നാണ്. ആ ശ്രദ്ധ ഇവിടെ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്ലയന്റും തെറാപ്പിസ്റ്റും പല കേസുകളും നമുക്ക് തന്നെ അറിയാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വല്ലാത്ത ഇമോഷണൽ ആവും. ആ ഇമോഷണൽ ആകുമ്പോൾ ആ ഒരു കേസ് ചിലപ്പോൾ സക്സസീവ് ആയിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് ക്ലയന്റ് ഇമോഷണൽ ആകുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുക, കണ്ണിൽ രണ്ടും നോക്കുക എന്നൊക്കെ പറയാറില്ലേ? ആ കണ്ണിൽ രണ്ടും നോക്കുന്നതിന് പകരം നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടെത്താറുണ്ട്. അതായത് നെറ്റിയുടെ ഒരു മുഖം, കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അവർക്ക് ചിലപ്പോൾ ഒരു ഷെയിമും അവർ തരത്തിൽ നോക്കും, നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് നമ്മളൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് നോക്കുന്നത് അവരെ നെറ്റിന്റെ ഒരു സെന്ററിൽ നോക്കുമ്പോൾ ആൾക്ക് നമ്മൾ ഇതിന്റെ ശ്രദ്ധ മാറിയാലും അവിടെ ഒരു ഇടയ്ക്കൊക്കെ അവിടേക്ക് നോക്കിയാൽ മതി എന്നുള്ള രീതി. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കൊരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം നല്ല രീതിയിൽ. പിന്നെ അവരുടെ എക്സ്പ്ലോറിംഗ് ഇൻഡിവിജ്വൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അവരെ ലൈഫിൽ ഇപ്പോ ചിലപ്പോ ഏർലി ചൈൽഡ്ഹുഡിൽ ചിലപ്പോ അവരെ പാരന്റ് ചിലപ്പോ ഉപദ്രവിച്ചതോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ഫാമിലിയെ കുറിച്ചുള്ള ഒരു ഡൈനാമിക് സ്റ്റൈല് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നിരന്തരമായിട്ട് ഇപ്പൊ ചെറിയ കുട്ടിയാണ്, 12-13 വയസ്സുള്ള കുട്ടിയാണ്, എന്നും വീട്ടിലും പ്രശ്നങ്ങളാണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ഗോൾ സെറ്റിംഗ്സ് ആണ് ഫാമിലി ഡൈനാമിക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പാരന്റും കുട്ടികളും അല്ലെങ്കിൽ അവരുടെ സിബ്ലിംഗ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ല, അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവുക. ഇനി അതേപോലെ ഗൈനിങ് ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഉള്ളറിവ് നേടുക എന്നുള്ള, അതായത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻസൈറ്റ്, ഒരുപാട് കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും. അപ്പോ അതില് ആ ഒരു പ്രശ്നത്തിൽ അയാൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, തന്റെ ലൈഫിൽ ഈ ഒരു പ്രശ്നം വന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അനുഭവിച്ചിട്ടുള്ളത് അത് എത്രത്തോളം റിയൽ ആണ്, ഇത് കാരണം കൊണ്ട് തന്നെയാണോ ഞാൻ ഈ ഒരു സാഹചര്യം ഈ രീതിയിൽ പെരുമാറുന്നത് എന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഗെയിനിങ് ഇൻസൈറ്റ് എന്നുള്ളത്. അപ്പോ ഈ ഗെയിനിങ് ഇൻസൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കും ഉണ്ടാവും. ചിലപ്പോ പ്രത്യേകിച്ചൊരു ഈ കേസുകളിലൊക്കെ നമ്മൾ NPD പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ചില കാര്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവര് വല്ലാതെ അങ്ങ് തട്ടിക്കേറും. നമ്മളോട് പറയും, അവര് പറയും എന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ വല്ലാത്ത പ്രയാസങ്ങൾ നമുക്കും തോന്നും. കാരണം ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ് അവരെ ഒരു ധാരണയുള്ളത്. ഞാൻ പറഞ്ഞ ഒരു പ്രയാസം അതിന് മാത്രം നിങ്ങൾ ഒരു ചികിത്സിക്കുക എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ചോദ്യങ്ങൾക്ക് പകരം അവരെ മുമ്പിലിരിക്കുന്ന അല്ലെ ചുറ്റുപാട് റിലേഷൻഷിപ്പിൽ ആരൊക്കെയാണുള്ളത് അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ഫാമിലി ഡൈനാമിക് ഉണ്ടാക്കിക്കൊണ്ടുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്കാണ് പോകേണ്ടത്. അപ്പൊ അവിടെ ഇപ്പൊ അവര് ഓവറായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടാക്കേണ്ട എന്നുള്ളതാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ അടുത്തൊരു ഒരു പോയിന്റ് ആണ്, സ്റ്റേജ് ആണ് റീ ഓറിയന്റേഷൻ ആൻഡ് റീ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പോ ക്ലയന്റിന്റെ ഒരു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയെ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ആ സ്വഭാവത്തെ അല്ലെ പ്രശ്നത്തെ ആൾക്ക് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ റീപ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
മുമ്പ് അയാൾക്ക് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, മോശമായി സംസാരിച്ചിട്ടുണ്ടാവും. അയാളോട് തന്നെ ചോദിക്കുക, മുമ്പുള്ള ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? അപ്പൊ എന്താണ് അയാൾ പറയും, ഇന്ന പ്രയാസങ്ങളാണ് എന്റെ ലൈഫിലുള്ള, ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, മറ്റെന്തും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പുതിയൊരു ബിഹേവിയർ അവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എടുത്തു പറയുന്നു, ഇങ്ങനെയായിരുന്നു കുറച്ചു കാലം നിങ്ങൾ സംസാരിച്ചിരുന്നത്, പ്രവർത്തിച്ചിരുന്നത്, പെരുമാറിയിരുന്നത്, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഇതിനെന്ത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്താണ് നല്ല രീതിയിൽ ഒരു പുതിയ ഒരു കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അതിന്റെ സ്വഭാവമായിരിക്കാം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, അയാളെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയാണോ ആ ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. ഈ ഒരു 4 സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷനിൽ ഉണ്ടാവുക. ഒന്ന് ബിൽഡിംഗ് തെറാപ്യൂട്ടിക് ആണ്. പിന്നെ ലൈഫ് സ്റ്റൈലിൽ എന്താണ് അതിലെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുക. ആ കണക്റ്റിംഗ് ഫാമിലി ഡൈനാമിക്കിൽ ഇപ്പൊ നിലവിൽ അയാളെ പ്രസന്റ് മുമ്പിലുള്ള ഫാമിലിയിലേക്ക് ആ ഒരു ചൈൽഡ്ഹുഡ് നമ്മൾ കൊണ്ടുവരണം. പിന്നെ അവരെ ഗെയിനിങ് ഇൻസൈറ്റ് ഉണ്ട്, പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ഉള്ള എങ്ങനെയാണ് അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പെരുമാറിയത്, ഒരു അറിവുണ്ട്, അയാളിൽ നിന്ന് ഒരു അറിവ് ഉണ്ടായി കൊടുക്കുക. പിന്നെ ആ മുമ്പ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ പറയുക. എന്നിട്ട് അതിൽ നിന്നും പ്രീ എഡ്യൂക്കേഷൻ, പുതിയൊരു സ്വഭാവം പുതിയതായിട്ട് നമ്മളായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മളൊരു കേസ് കൺസെപ്ച്വലൈസേഷൻ ഉണ്ടാക്കേണ്ടത്. ഇനിയിപ്പോ ഇതില് കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്, നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ. എന്തൊക്കെ ടെക്നിക്കുകളാണ് ഈ ഒരു തെറാപ്പിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏർലി റീകലക്ഷൻ എന്നുള്ളത്. ക്ലയന്റിന്റെ നമ്മൾ പറഞ്ഞു തന്നെയാണ്, ക്ലയന്റിന്റെ ബാല്യകാലത്ത് അതായത് കുട്ടിക്കാലത്ത് നടന്നുള്ള പ്രധാനപ്പെട്ട ഓർമ്മകൾ കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പലർക്കും ചിലപ്പോൾ കുട്ടിക്കാലത്ത് മോശമായിട്ടുള്ളത് ഉണ്ടാവും, നല്ല കാര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ ഓർത്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. മാക്സിമം എന്താണ് നമ്മൾ ഇത് ഏർലി റിലക്കഷൻ ഒരു വർക്ക് ഷീറ്റ് ഉണ്ട്. ആ വർക്ക് ഷീറ്റ് നമ്മൾ കൊടുത്തിട്ട് എപ്പോഴാണ് ഒരു സെഷൻ കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളെ പഴയ കാലത്തെ ഓർമ്മകൾ വരുന്നത്, ആ ഓർമ്മകൾ ആ വർക്ക് ഷീറ്റിൽ നിങ്ങൾ അവർ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതില് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഫാമിലിയുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധവുമായിട്ടുള്ള കണക്ഷൻ ആണ് അവിടെ ഉണ്ടാവുക. പിന്നെ അതേപോലെ സഹോദരങ്ങളുമായിട്ടുള്ള പുതിയ റിലേഷൻഷിപ്പ് അവർക്ക് അത് നമ്മൾ നോക്കണം. പിന്നെ പാരന്റ് എത്രത്തോളം അയാളെ മുമ്പ് എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെ രീതിയിലാണ് കെയർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് സംസാരിച്ചത്, ഇതൊക്കെയാണ് ഏർലി റീകലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോ ഫാമിലി കൺസലേഷൻ അനലൈസ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് കുടുംബത്തിലുള്ള എന്ത് സ്ഥാനമാണ് ഇപ്പൊ അവിടെ ഉള്ളത്, അതായത് നിലവിൽ ആ കുട്ടിയാണോ മുതിർന്നവരാണോ, ആ കുട്ടിക്ക് എന്ത് സ്ഥാനമാണ് നിലവിലുള്ളത്. അതായത് ഒരു 3 കുട്ടികളുള്ള ഒരു വീടാണെങ്കിൽ ഈ കുട്ടി ഒരു രണ്ടാമത്തെ കുട്ടിയാണ്. അപ്പൊ ഒരുപാട് എന്താണ് ചിലപ്പോ അവഗണനകൾ ഉണ്ടാവും. ചിലപ്പോ മൂത്ത കുട്ടിയോടായിരിക്കും എന്താണ് ആളുകൾക്ക് ആദ്യത്തെ കുട്ടിയാണല്ലോ സ്നേഹം ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ കുട്ടി വന്നതിന് ശേഷം എന്താണ് ആ കുട്ടീനെ നോക്കണതിന്റെ കാര്യം ഈ ഒരു സെൻട്രൽ കിടക്കുന്ന കുട്ടീന്റെ കാര്യം പലരും മറന്നു പോകും. അവളെന്താണ് മൂത്ത കുട്ടി നോക്കിക്കോളും, പറഞ്ഞു കൊടുത്തോളും, അവള് കുറെയൊക്കെ അറിയുന്ന കാര്യങ്ങളാ, അല്ലെങ്കിൽ അവനൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊക്കെ എന്താണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാ. ഇതൊക്കെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കുട്ടി അത് മനസ്സിലാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എന്നെ അവഗണിക്കുന്നത്? കാരണം സിറ്റുവേഷൻ ഇതായിരിക്കും, നല്ല പോസിറ്റീവ് ആയിരിക്കാം. പക്ഷെ ആ കുട്ടി മനസ്സിലാക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്റെ കൂടെ ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വീഡിയോ ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു, പോസ്റ്റ് ചെയ്യുന്നു, ആളുകൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നു, അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു. അതിലൂടെ എന്താണ് എന്നോട് ഒരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. എന്റെ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു. അയാൾക്കും അതേ സിറ്റുവേഷൻ ആണ് അവിടെ ഉള്ളത്. അയാൾക്കും കുറെ ചെറുപ്പകാലത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഇമോഷൻ എന്ന് ഞങ്ങൾ രണ്ടുപേരും സിങ്കായി, ഞങ്ങൾ പ്രണയത്തിലായി. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്ന കേസ് ആ കുട്ടി പറയാണ്, എന്നോട് സംസാരിക്കാനോ എന്നോട് മിണ്ടാനോ അമ്മയ്ക്ക് സമയം. അച്ഛൻ എന്താണ് ഫുൾ ടൈം ഗൾഫിലാണ്. വരുന്ന സമയത്താണെങ്കിൽ പോലും എന്നോട് മിണ്ടാറില്ല. ഇതേപോലെയാണ് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ. അപ്പോ ഇതിൽ ഫാമിലി കൺസലേഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്താണ് ഈ കുടുംബത്തിൽ ഇയാൾക്ക് എത്രത്തോളം സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആ സ്ഥാനത്തിന്റെ പവിത്രത അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതിനാണ് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ലൈഫ് സ്റ്റൈൽ അസസ്മെന്റിലേക്ക് വരുമ്പോ പിന്നെ അയാള് ഇപ്പൊ നിലവിലുണ്ടാകുന്ന അയാളെ വ്യക്തി ലൈഫില് പിന്നെ ജീവിതത്തില് അല്ലെങ്കിൽ എന്തൊക്കെ വിശ്വാസങ്ങൾ അയാളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, അതേപോലെ തന്നെ അയാൾക്ക് ഏതൊക്കെ രീതിയിലുള്ള റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലൈഫ് സ്റ്റൈൽ അസസ്മെന്റിൽ. മുമ്പ് ഒരുപാട് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ നടന്നിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്താണ് പുതിയതായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക.
ആ പാറ്റേൺ ഒക്കെ ഒന്ന് മാറ്റി കൊടുത്ത് പുതിയൊരു എൻകറേജ്മെന്റോട് കൂടി, എൻകറേജ്മെന്റ് എന്ന് പറയുന്നത് മാക്സിമം എന്താണ്, നമ്മൾ മോട്ടിവേഷൻ കൊടുക്കാതെ, മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളെ പറയാം നിങ്ങൾ ഇത് ചെയ്താൽ മതി കുഴപ്പമൊന്നുമില്ല. അവിടെ ആ ചെയ്യുന്ന എന്ന് പറയുന്നത് ഇത് ചെയ്താൽ മതി എന്നത്. പക്ഷെ അത് എൻകറേജ്മെന്റിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ടുള്ള മുമ്പിൽ ഒരു കാര്യം നമ്മൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യം മുമ്പിൽ വെച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് അയാളോട് പറയുന്നത്. അപ്പൊ എന്താണ്, അതൊരു എൻകറേജ്മെന്റ് ആണ്. മോട്ടിവേഷനും എൻകറേജ്മെന്റും ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അറിയാം. പക്ഷെ എന്താണ്, മാക്സിമം നമ്മൾ കൗൺസിലിംഗ് സെഷനിൽ മുമ്പിൽ ഒരു ലക്ഷ്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ആ ക്ലയന്റിനെ നമ്മൾ അങ്ങോട്ട് നടന്നെത്തിക്കുക എന്നുള്ളത് ആ ഒരു മനോഹരമായ ലോകം എന്നൊക്കെ പറയാറില്ല. അപ്പൊ ആ ലോകത്തിലേക്ക് നമ്മൾ ക്ലയന്റിനെ എത്തിപ്പിക്കുക എന്നുള്ളത്. ഇനിയിപ്പോ റോൾ പ്ലേയിങ് വരുന്ന സമയത്ത് അയാള് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം അയാൾ സോഷ്യലി ആയിട്ട് ആളുകളോട് ഇടപഴകുന്നുണ്ട്, ഫാമിലിയിൽ തന്നെ കുട്ടികളുമായിട്ട് എത്രത്തോളം നല്ല രീതിയിൽ മറ്റുള്ള ആളുകളോട് എങ്ങനെ സംസാരിക്കുന്നത്, പാരന്റിനോട് എങ്ങനെ സംസാരിക്കുന്നത്, അതൊക്കെ എന്താണ് നമുക്കൊരു ലൈഫ് ടാസ്ക് ആയിട്ട് കൊടുക്കാം. ഇതുവരെ കഴിഞ്ഞതുപോലെയല്ല. ഇനി നിങ്ങൾക്ക് ഈ ഒരു കുടുംബത്തിൽ ഇന്ന സ്ഥാനമാണ്, നിങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിയാണ് നിങ്ങളെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ഫാമിലിന്റെ സപ്പോർട്ട് കൂടി അവൻ എന്തൊക്കെയാണ് വേണ്ടത് ലക്ഷ്യങ്ങളാക്കി കൊടുക്കുക. പഠനമാണെങ്കിൽ പഠനം, അല്ലെങ്കിൽ മറ്റ് മുതിർന്ന ആളുകളാണെങ്കിൽ ആ കുടുംബത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് റോൾ പ്ലേയിങ് ലൈഫ് ടാസ്ക് എന്നത്. ഇതിനൊക്കെ വർക്ക് ഷീറ്റുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലയന്റിനെ കൊണ്ട് ഓരോ സെഷന് കൊടുത്തു കഴിഞ്ഞാലും ഒരു എയർലി റീകലക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് ആ ഓർമ്മകൾ പൂർണ്ണമായിട്ട് ആ പേപ്പറിലേക്ക് പകർത്താൻ പറ്റും. ആ പകർത്തി കഴിഞ്ഞ ശേഷം അതിൽ എന്ത് തിരിച്ചറിവാണ് നിങ്ങൾ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അതേപോലെയാണ് ഓരോ ടെക്നിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ബിഹേവിയർ റിഹേഴ്സലിലേക്ക് വരുന്ന സമയത്ത് നല്ല നിലവിൽ അയാൾ ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല നല്ല പെരുമാറ്റങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ആ റിഹേഴ്സലിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പുതിയ പുതിയ ന്യൂ ബിഹേവിയർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പഴയ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. മുമ്പ് ഇങ്ങനെയായിരുന്നു സംസാരിച്ചത്, ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കാരണം എന്താണ്, പഴയ സ്വഭാവം നിങ്ങൾക്ക് മോശമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആ ഒരു കാര്യം എന്താണ്, ഈ ഒരു നിലവിൽ ഈ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകാൻ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നു, എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്താണ്, അയാള് ചിലപ്പോ ഈ ഒരു ബിഹേവിയർ തന്നെ തുടർന്ന് പോകാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ മോശമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യം വീണ്ടും വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ബിഹേവിയർ റിഹേഴ്സൽ അയാൾക്ക് ഓർമ്മ വേണം. മുമ്പെങ്ങാനും കഴിഞ്ഞു പോയ സംഭവങ്ങൾ കാര്യം ഓർമ്മ വന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ അപ്പൊ വരുന്ന കാര്യങ്ങൾ ഇത് എനിക്ക് മോശമായിട്ടൊരു അവസ്ഥയിൽ കൊണ്ടുപോകും. അത് പൂർണ്ണമായിട്ടും എനിക്ക് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ്, തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാനൊരു പുതിയൊരു ലൈഫ് പഴയപ്പോ കൊണ്ടുപോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അതിലേക്ക് ഞാൻ തന്നെയായിട്ട് പോയിക്കോളാം എന്നുള്ള ആ ഒരു കാര്യത്തിലേക്കാണ് അയാളെ തോട്ട് കൊണ്ടുപോകേണ്ടത്. ഇനിയിപ്പോ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ടൂൾസുകൾ അന്നത്തെ ടെക്നിക്കും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ള ടൂൾസ് നമുക്ക് ഈ ഒരു ക്ലയന്റ് ഈ ഒരു തെറാപ്പിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഏകദേശം എല്ലാ തെറാപ്പികൾക്കും ടൂൾസുകൾ ഉണ്ട്. അപ്പോ ഒന്ന് എയർലി മെമ്മറി വർക്ക് ഷീറ്റ് ആണ്. അത് കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള പറഞ്ഞതുപോലെ ഓർമ്മകളും കാര്യങ്ങളും എഴുതാനാണ്. ഏർലിയസ്റ്റ് മെമ്മറി എഴുതുക. അല്ലെങ്കിൽ എന്താണ് ഏർലിയസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്, ഈ പ്രശ്നവുമായിട്ട് എന്താണ് അവിടെ അന്ന് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് വിശ്വാസമായി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ വർക്ക് ഷീറ്റിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോ ഫാമിലി കൺസലേഷൻ ചാർട്ടിൽ വരുന്ന സമയത്ത് ഫാമിലി ഡയനാമിക്ക റിലേഷൻഷിപ്പുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ്. എന്താണ് കുടുംബത്തിൽ എനിക്ക് ഇപ്പോഴത്തെ റോൾസ് എന്താണ്, എന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, പിന്നെ എന്റെ ജനനം എങ്ങനെയായിരുന്നു, ബർത്ത് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് പാരന്റ് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങളുടെ ഫാമിലി എന്തെങ്കിലും കൂടുതലായിട്ട് പ്രശ്നം ബാധിതം എന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ. ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫാമിലി ഈ ഒരു ചാർട്ടിൽ വരുന്നത്. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ അസസ്മെന്റിൽ വരുന്ന സമയത്ത് അതാണ് വെരി ഇമ്പോർട്ടന്റ്. അത് നമ്മൾ ഗോൾ സെറ്റിംഗ്സ് ആണ്. പിന്നെ അവിടെ എന്താണ് നിങ്ങളുടെ ഒരു ഡ്രീം ഗോൾ എന്നൊക്കെ, അതേപോലെ എന്താണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ധരിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പ്രയാസങ്ങളൊക്കെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ എന്താണ് ധരിക്കുന്നത്, പിന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലും നിങ്ങൾക്ക് അവിടെ ധൈര്യം ചോരാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആ ഒരു മെന്റാലിറ്റി എന്താണ്,
കാരണം മാക്സിമം എൻകറേജ് കൊടുക്കുന്ന ഒരു ഫോമാണ് ലൈഫ് സ്റ്റൈൽ അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത്. ഇനിയിപ്പോ അതേപോലെ ഇനി സ്ട്രെങ്ത് ബേസ്ഡ് എൻകറേജ് പ്രോംപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ കോൺഫിഡൻസ് ലെവൽ നോക്കുക എന്നുള്ളതാണ്. അയാൾക്ക് എത്രത്തോളം ഈ ഒരു പ്രശ്നമോ അല്ല ലൈഫിലോ അയാളെ ജോലിയിലോ എന്തിലായിക്കോട്ടെ അയാളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെയൊക്കെ അയാൾ ഏത് രീതിയിലാണ് കോൺഫിഡൻസ് ലെവൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ അയാളുടെ മൈൻഡ് ഗ്രോത്ത് ആണോ ഫിക്സഡ് ആണോ എന്നുള്ളത്. ചില ആളുകൾക്ക് ഈ രീതി തന്നെ പോയാൽ മതി, ഒരു മാറ്റം ഉണ്ടാകും, എന്റെ ലൈഫ് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ള ഒരു ചിന്താഗതി അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ആ ഒരു ഫിക്സഡ് മൈൻഡ് മാറ്റിയിട്ട് ഗ്രോത്ത് മൈൻഡ് ആക്കാനുള്ള കുറെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനിയിപ്പോ ആക്റ്റീവ് ആസ് ഈഫ് വർക്ക് ഷീറ്റിൽ വരുന്നത് പിന്നെ നിലവിലുള്ള ആ ഒരു സ്വഭാവത്തെ മാറ്റിയിട്ട് പുതിയൊരു ബിഹേവിയർ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രാക്ടിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പുതിയ പുതിയ ജോബ് റോൾസുകൾ, ആളുകൾ പുതിയ പുതിയ വാക്കുകൾ സംസാരിക്കുക, ഉപയോഗിക്കുക, കുട്ടികളോട് പഴയതുപോലെ സംസാരിക്കുന്നത് മാറി കുറച്ച് നല്ല സ്നേഹത്തോട് സംസാരിക്കാൻ പഠിക്കുക. അതൊക്കെ എന്താണ് ഡെയിലി അവര് പിന്നെ അവര് ഒരു ഡയറി പോലെ ആ വർക്ക് ഷീറ്റിൽ എഴുതുക എന്നുള്ളതാണ്. ഇനിയിപ്പോ സോഷ്യൽ ഇൻട്രസ്റ്റ് ട്രാക്കർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് എത്രത്തോളം ഫ്രണ്ട്സുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ എനിക്ക് എത്ര ഫ്രീഡം ഉണ്ട്, ഞാൻ ആൾക്കാരോട് എത്രത്തോളം കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം എമ്പതി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടൂൾസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ടൂൾസ്. നമുക്ക് ഈ ഒരു തെറാപ്പി ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടൂൾസിൽ വരുന്നുണ്ട്. എനിവേ ഇതിന്റെയൊക്കെ ടൂൾസ് അവൈലബിൾ അല്ല. ഞാൻ എന്റെ കയ്യിൽ എവിടെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയാൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഒന്നോ രണ്ടോ എന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്റെ ഫോൺ ഇപ്പൊ അടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് മൊത്തത്തിലൊന്ന് പോയി. ഓക്കെ. അപ്പോ അടുത്തതിൽ പറഞ്ഞത് നമുക്ക് ആപ്ലിക്കേഷനിൽ വരുന്ന സമയത്ത് ഇതില് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ ടൂൾസും നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോ ഇവിടെയാണ് നമ്മളെ ഒരു നിങ്ങൾ ഇതുവരെ കേട്ടത് തെറാപ്പിന്റെ ഒരു വിശകലനമാണ്. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുമ്പോ എന്താണ്, അല്ലെങ്കിൽ ഒരു ക്ലയന്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ ഒരു ഇതുവരെ പഠിച്ചിട്ടുള്ള ഓരോ ടൂൾസും എന്താണ് ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ചിലപ്പോ ഫാമിലി ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ആളുകൾ നമുക്ക് തോന്നുകയാണ് ഈ ഒരു ക്ലയന്റിന് രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ സാഹചര്യത്തിൽ എന്താണ് രണ്ടുപേരെ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻഡിവിജ്വൽ ആദ്യം കൊണ്ടുവരുന്ന ഇയർലി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൂൾസുകളായിരിക്കും. ഇയർലി മെമ്മറി വർക്ക് ഷീറ്റ് അതിലേക്ക് കൊണ്ടുവരും. കാരണം എന്താണ് മുമ്പ് അയാൾ ജീവിച്ച ഓർമ്മകളും ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അതില് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞിട്ട് 4 മുകളിൽ പറഞ്ഞിട്ട് ഏകദേശം ആദ്യത്തെ 4ഉം നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗിൽ ഉപയോഗിക്കാം. അതേ സമയത്ത് സ്കൂൾ കൗൺസിലിംഗ് ആണ് ഒരു കുട്ടി നിങ്ങളൊരു സ്കൂൾ കൗൺസിലർ ആണ് എങ്കിൽ അവിടെ എന്താണ് ഫാമിലി കൺസൾട്ടേഷൻ ചാർട്ട് ആണ് കൂടുതലായിട്ട് ഉണ്ടാക്കുക. അപ്പൊ അവിടെ ഒരു കുട്ടി പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആക്റ്റീവ് അല്ല, അഡിക്ഷൻ ആണ്, മൊബൈൽ യൂസേജ് ആണ് പല പ്രശ്നങ്ങൾ അവിടെ പറയുന്നത്. ആ സമയത്ത് ഫാമിലിയുമായിട്ട് ഡൈനാമിക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് ഉണ്ട്, ഫാമിലി കൺസൾട്ടേഷൻ ചാർട്ട് എന്ന് പറഞ്ഞത്. അതാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇയർലി ആ ഒരു ചാർട്ടുകൾ ഉപയോഗിക്കാം. പിന്നെ മറ്റു സോഷ്യൽ ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അതിലൊക്കെ ഓരോ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ ഫാമിലി തെറാപ്പിയിലേക്ക് വരുന്ന സമയത്ത് പിന്നെ അതും എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏർലി ചാർട്ട് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ ചാർട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർമ്മിക്കുക. പിന്നെ സ്ലൈഡ് പിന്നെ മുകളിലേക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാന്നുള്ളത്. അപ്പോ ഇതില് ഫാമിലി ഹിസ്റ്ററിയിലേക്ക് വരുന്ന സമയത്ത് ഐഡന്റിഫൈ റോള് അതപ്പോ അവിടെ ഏത് ചാർട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഫാമിലി എന്താണ് അയാൾക്ക് സ്ഥാനമുള്ളത്, അല്ലെങ്കിൽ പാരന്റിന്റെ മുമ്പത്തെ അയാളോടുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇനിയിപ്പോ വെക്കേഷൻ കൗൺസിലിംഗ് ആണെങ്കിൽ ഒരാൾക്ക് എന്താണ് ജോലിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണുള്ളത്. അപ്പോ അയാള് വളരെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, എനിക്ക് ഒരു സഹായം ഇല്ല എന്നപ്പോ നമുക്ക് എന്താണ് അയാളെ നല്ലൊരു ജോലിക്ക് കൊണ്ടുപോകാനോ നല്ല പഠനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാം. ഒരു കൗൺസിലിംഗ് സെഷനിൽ പോലെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. ഇനിയിപ്പോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അസസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. അപ്പോ പ്രധാനമായിട്ടും ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും ഈ തെറാപ്പിന്റെ ഓവറോൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ നല്ല ജീവിത കഥകളൊക്കെ ഒന്ന് ഓർത്തെടുപ്പിക്കുക, പഴയ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനൊന്നുണ്ട് എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മുമ്പ് കടന്നു പോയിട്ടുള്ളത്,
അത് വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു 5 മിനിറ്റോ ഒരു 2 മിനിറ്റോ അതൊന്ന് മനസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത്. പിന്നെ രണ്ടാമത് അയാൾക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്, ഇയാളെ മറഞ്ഞിരിക്കുന്ന, അതായത് ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഗോൾസുകൾ ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളുകളായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ്, നമുക്ക് അയാൾ ഉള്ളിൽ കിടക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വ്യക്തമാക്കി നമ്മൾ അത് അറിഞ്ഞിട്ട് അവരെ അതിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഒരു എപ്പോഴും ഒരു ധൈര്യം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ എന്താണ്, ഒരു ബിൽഡിംഗ് കാഴ്ച അവർക്ക് ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കണം. ഏത് സാഹചര്യത്തിനും ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ആ ചിന്ത പാടില്ല. അതേപോലെ തന്നെ അത് നമ്മൾ എന്താണ് മാക്സിമം സോഷ്യൽ കണക്റ്റീവ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. അയാൾക്ക് എവിടെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ ഇല്ലാത്തത്, ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. അല്ല ഫാമിലി റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് അയാളുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ, അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫൈനലി ആയിട്ട് എന്താണ്, പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വീട്ടിലാണെങ്കിലും പുറമെ ജോലിയിലാണെങ്കിലും ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളുടെ ആ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി അയാളെ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതാണ് ഓവറോൾ ഒരു തെറാപ്പി എന്നുള്ള നമുക്ക് ഇത് പറയാനുള്ളത്. അഡ്ലറിയൻ തെറാപ്പി. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ സർ. അപ്പോ നമുക്കൊരു കേസ് ഇതിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാ ചെയ്യാം? ഒരു കുട്ടീന്റെ കേസ് തന്നെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോ ഒരു പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസ് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ, കുട്ടി ഭയങ്കര അഡിക്ഷൻ ആണ്. അപ്പൊ അഡിക്ഷൻ ആവുന്ന സമയത്ത് എന്താണ്, പ്രധാനമായിട്ടും ഈ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മളെ മക്കള് കടന്നു പോകുമ്പോൾ അവരെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോ ഒന്നും കഴിഞ്ഞോളണമെന്നില്ല. നമുക്ക് അതിൽ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് അവരെ വാശിയും കാര്യങ്ങളാകുമ്പോൾ നമ്മൾ അധിക പാരന്റും ചിലപ്പോൾ അതിലേക്ക് സമ്മതം മൂളുകയില്ല. അല്ലെ കുട്ടി അവിടെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു നാണക്കേടായി എന്നുള്ളതാ. അപ്പോ ഇവിടെ നമ്മൾ ആ കേസിലേക്ക് വരുന്ന സമയത്ത്, അസസ്മെന്റ് പ്ലാനിലേക്ക് വരുന്ന സമയത്ത്, അഡ്ലറിയൻ കൺസെപ്ച്വലൈസേഷൻ വരുന്ന സമയത്ത് നമ്മൾ പ്രധാനം ആദ്യം ഉപയോഗിക്കുക, ഏത് പ്രണയ കേസും ആയിക്കോട്ടെ, നമ്മൾ വരുമ്പോൾ ലൈഫ് അസസ്മെന്റ് ഉപയോഗിക്കുക ആദ്യം. ലൈഫ് സ്റ്റൈൽ, അവിടെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഉപയോഗിക്കുന്ന ആ അസസ്മെന്റ് ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഏർലി മെമ്മറി എന്തൊക്കെയായിരുന്നു, ഈ പ്രണയവുമായിട്ട് വന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടായിരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. ചിലപ്പോ ഈ ഒരു ഈ പ്രണയത്തിൽ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, അമ്മ ബിസി ആയിരുന്നു, എന്നെ നോക്കാൻ ശ്രദ്ധിക്കാൻ ആരുമില്ല, അതുകൊണ്ട് എന്താണ് എനിക്ക് ഒഴിവ് സമയം കിട്ടിയ ഫോൺ അമ്മ വാങ്ങി തന്നിരുന്നു, അച്ഛൻ വാങ്ങി തന്നിരുന്നു, ഞാൻ അതിൽ കുറെ വീഡിയോ എടുത്തു, ലൈക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പൊ അവിടെ കുറെ ആളുകൾ എന്നെ ലൈക്ക് ചെയ്യാണ്. അപ്പൊ അവർക്കൊക്കെ എന്നെ ഇഷ്ടമാണ്. അപ്പൊ അതിലൊക്കെ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. എന്റെ വീട്ടുകാർക്ക് എന്താണ്, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നോടൊപ്പം ഇരിക്കാൻ സമയമില്ല എന്നൊക്കെ എന്താണ്, അതൊരു ഓർമ്മകളാണ്. അവർക്ക് ഈ ഒരു സംഭവമായിട്ട് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില പിന്നെ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള മനോഹരമായിട്ടുള്ള ഓർമ്മകൾ. ആ ഓർമ്മകളെ നമ്മൾ എന്താണ് ഒന്ന് മാറ്റി കൊടുക്കണം. അത് തെറ്റായിട്ടുള്ള ഓർമ്മകളാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോ അതിലേക്ക് വന്ന സമയത്ത് പിന്നീട് നമ്മൾ അടുത്തൊരു ടൂൾസ് എന്താണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത്, ഫാമിലി കൺസൾട്ടേഷൻ ചാർട്ട് ആണ്. അവിടെ നമ്മൾ കുട്ടി രണ്ടാമത്തെ കുട്ടിയാണോ മൂന്നാമത്തെ കുട്ടിയാണോ ആരും ഏത് കുട്ടിയായിരിക്കോട്ടെ, ഇനിയിപ്പോ സിംഗിൾ ചൈൽഡ് ആയിരിക്കോട്ടെ, അവിടെ എന്താണ് നമ്മൾ നല്ലൊരു ഡൈനാമിക് പാർട്ട് ഉണ്ടാക്കി കൊടുക്കുക. ആ കുട്ടി എങ്ങനെയാണ്, ആ കുട്ടി നിലവിൽ പിയർ ഗ്രൂപ്പുമായിട്ട് എങ്ങനെയാണ്, സഹോദരങ്ങളുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, അച്ഛനുമായിട്ട് എങ്ങനെ ഇടപാട്, അമ്മയുമായിട്ട് എന്താണ്, മാക്സിമം എന്താണ് ആ ഒരു ഡെയിലി ലൈഫിൽ എന്താണ് അവർക്ക് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കുട്ടിയുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും മാക്സിമം സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് മൊബൈൽ യൂസേജ് മാക്സിമം ഒരു 5-6 മണിക്കൂർ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പെട്ടെന്ന് പിടിച്ചു പറയും പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ എന്താണ് മാക്സിമം എന്താണ് സപ്പോർട്ട് ചെയ്യായിട്ടുള്ള ഫാമിലീസിലായിരിക്കണം. പിന്നെ അങ്ങനത്തെ കുട്ടികളെന്നാണ് ഇടയ്ക്കൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവുക. അതേപോലെ തന്നെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ട് സർക്കിളിൽ ഏറ്റവും അവരെ കൂടെ ഉള്ള ഏജ്ഡ് ആയ അതേ പ്രായമുള്ള കുട്ടികളുമായിട്ട് എന്താണ് ഇവരെ കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അവരുടെ എന്താണ് ഗോൾ സെറ്റിങ്സും എന്തൊക്കെയാണ്, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചറിയുക. പിന്നെ നല്ലൊരു തെറാപ്യൂട്ടിക് ഗോൾസ് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം. അവിടെ സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു ചാർട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് കുട്ടിക്ക് സ്വയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടോ, ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണോ, അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ആ ചാർട്ടിൽ എഴുതി കഴിഞ്ഞാൽ, എന്റെ മനസ്സിൽ ഇപ്പൊ കടന്നു പോകുന്ന ചിന്തകൾ ഇതാണ്, എനിക്ക് വീട്ടിൽ സപ്പോർട്ട് ഇല്ല, സ്കൂളിൽ സപ്പോർട്ട് ഇല്ല, കൂട്ടുകാരില്ല, ഇതൊക്കെ ഒറ്റപ്പെട്ട് നിന്ന സമയത്തായിരിക്കും ഒരു ഓൺലൈനിലൂടെ ഒരാൾ കടന്നു വരുന്നത്. ഇപ്പൊ അയാൾക്ക് 35-40 വയസ്സുണ്ടാവും, അല്ലെങ്കിൽ സെയിം ഏജ്ഡ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ കുട്ടി ഇമോഷണലി ബോണ്ടിങ് ആവുന്നതാണ്.
ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് എന്താണ് മാക്സിമം നമ്മൾ എന്താണ് ബ്രോക്ക് ചെയ്യണം. ആ ബ്രോക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല രീതിയിൽ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെ എൻകറേജ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ചാർട്ടുകൾ നമുക്ക് ഉപയോഗിക്കാം. അതെന്താണ് ഡെയിലി ജേർണലിംഗ് ആണ്. ഡെയിലി ജേർണിംഗ് എന്ന് പറഞ്ഞ കുട്ടീനെ മാക്സിമം എന്താണ് എന്തെങ്കിലും ഒരു ഡയറി പോലെ ആക്ടിവിറ്റി പോലെ കുട്ടീനോട് പറയാം, നിങ്ങളുടെ എന്താണ് എന്നൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പഠന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അവരുടെ ചിന്തകൾ എഴുതാൻ പറഞ്ഞാൽ അവർക്ക് എഴുതിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇന്നൊരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏത് രുചിയാണ് തോന്നിയിട്ടുള്ളത്, എന്ത് ടേസ്റ്റ്, പുതിയ പുതിയ ഒരു നീഡ്സ് നമ്മൾ അവിടെ ഉണ്ടാക്കി അവരുടെ ലൈഫിലേക്ക്, ചിന്തകളിലേക്ക്. ഇന്നൊരു കാര്യം അത് കാരണം ആ മറ്റുള്ള ചിന്തകളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചിന്തകളെ ജേർണലാക്കി നമ്മൾ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ആക്റ്റീവ് ആസ് ഇഫ് എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ട്, കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കി കൊടുക്കാൻ പഠനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള. പാരന്റ് അറ്റ്ലീസ്റ്റ് എന്താണ് അവരെ കൂടെ കുട്ടീന്റെ കൂടെ പഠനത്തിലും പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ ഒരു അവസാനമായിട്ട് ഫൈനലി ആണെങ്കിൽ കുട്ടീന്റെ ഏജ് അനുസരിച്ച് നമുക്ക് എന്താണ് സോഷ്യൽ ട്രാക്കർ എന്ന് പറയുന്നത് കൊടുക്കാം. അത് ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് ബാധിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് അവിടെ വേണമെന്നില്ല. പിന്നെ ഒരു ഷെയിം ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ, അതേപോലെ ഒരു മറ്റുള്ള ആളുകളുമായി പെരുമാറാൻ ഒരു ബുദ്ധിമുട്ട്, എല്ലാം ഉൾവലിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു ട്രാക്കർ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പുതിയ പുതിയ ആളുകളെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി കൊടുക്കുക. പിന്നെ അവരെ കൂടെ എന്താണ് ഒരുമിച്ച് എന്താണ് ഒരു സ്റ്റഡി ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത് പോലെ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഒരുമിച്ച് സംസാരിപ്പിക്കുക. മാക്സിമം എന്താണ് ആ റിലേഷൻഷിപ്പുമായി കുട്ടിക്ക് ഓർമ്മ വരാതിരിക്കാനും അതിനുള്ളത്. പിന്നെ ഇതൊക്കെ ചാർട്ട് നമ്മൾ എന്താണ് ഈ ഒരു കൗൺസിലിംഗ് സെഷൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മളെ ആ ഒരു റീ ഓറിയന്റേഷൻ ഇല്ലേ, ആ കുട്ടിയുടെ മുമ്പ് ആ റിലേഷൻ ഉണ്ടായ സമയത്ത് ആ കുട്ടിയുടെ ലൈഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, ഇടയ്ക്കൊക്കെ അത് ഓർക്കാൻ പറയുക. ആ ഓർമ്മകൾ വീണ്ടും വരുന്നുണ്ടോ, അതിലെന്താണ് കുട്ടി പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനെയാണ് ഒരു സെഷനിൽ നമുക്ക് ഈ ഒരു തെറാപ്പി ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോ എല്ലാരും ഓക്കെ അല്ലേ? അതിലേറിയ തെറാപ്പി നമുക്ക് ഉപയോഗിച്ചുകൂടെ? ഓക്കെ സർ. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സമയം നമുക്ക് സമയം ഒരു 10 മിനിറ്റോട് വേണം ഇരിക്കാം. ഈ പ്രണയമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികളില് നമ്മൾ അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് ഞാൻ പറയാണ്. ആദ്യം ഇവര് ഞാനിടാം, ടൂൾസ് ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ അവരുടെ ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞാൻ ആ സിറ്റുവേഷൻ അല്ലെ ആളുകൾക്ക് ഒരു പങ്കാളിത്തം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള ആ ഒരു പോവർട്ടി പീരീഡ് ഒക്കെ ഒരു പ്രണയമായിട്ട് വന്നിട്ടുള്ള എന്റെ പങ്കാളിത്തം എല്ലായിടത്തും വേണം എന്നുള്ള ഒരു തോട്ടായിരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ സീക്കിങ്, എന്റെ ഇമോഷൻസ് അയാൾ മനസ്സിലാക്കി എന്താണ് ഇനിയിപ്പോ അയാളൊന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൂടി എന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ അറ്റൻഷൻ സീക്കിങ് എന്ന് പറയും. പിന്നെന്താണ് അവിടെ മറ്റൊരു കാര്യം കൂടി, ഈ പ്രണയം ഇങ്ങനെ മൂത്തങ്ങട് നിൽക്കുന്ന സമയത്ത് സിഗ്നിഫിക്കൻസി എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു രണ്ടുപേരും എന്താണ് തിരിച്ചറിയാൻ പറ്റാത്ത, ഞങ്ങളുടെ ഏജ് എനിക്കറിയില്ല, ഏജ് ആ ഒരു സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് എനിക്കിപ്പോ പ്രണയിക്കാൻ പറ്റുന്ന സമയമാണോ, പഠിക്കേണ്ട സമയമല്ലേ, ആ തിരിച്ചറിവ് ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ അതും കൂടി എന്താണ് ആ തിരിച്ചറിവ് നമ്മൾ ഈ ഒരു തെറാപ്പിയിലൂടെ നമുക്ക് വേണം ഉണ്ടായി കൊടുക്കാം. പിന്നെന്താണ് പ്രധാനമായിട്ടും ഈ ഒരു ഇങ്ങനത്തെ കേസുകളിൽ ലോൺലിനെസ് തന്നെയാണ് പോവുക. നമ്മളെ പാരന്റ്, ഞാനും നിങ്ങളടക്കമുള്ള പാരന്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കള് ഏതൊരു സാഹചര്യത്തിലാണ് ഇമോഷണലായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെ അധികം നോക്കണം. അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഓരോ മക്കളെ ഓരോ സ്റ്റേജ് വരുന്ന സമയത്ത് നമുക്ക് അവരുടെ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയണം. എല്ലാം വീട്ടിലെ അമ്മ തന്നെ നോക്കിക്കോട്ടെ, അച്ഛൻ എന്താണ് ഞാൻ ജോലിക്ക് പോവുക, കാശ് കൊണ്ടുവരിക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ആ ഒരു ചിന്താഗതിയിൽ മാറിയിട്ട് അമ്മയ്ക്കുള്ള അതേ സ്ഥാനം തന്നെ കുട്ടികൾക്കുള്ള മേലിൽ അച്ഛനും ഉണ്ടാവുക, അമ്മക്കും ഉപ്പക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് അവിടെ എന്താണ് നമ്മളെ മക്കൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയി പറയും. ആ കുട്ടീനോട് ഒരാൾ മോശമായിട്ട് അല്ലെ കുട്ടിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പൊ ആ കുട്ടി നമ്മളോട് വന്ന് പറയും, എനിക്ക് ഇങ്ങനെ ഇതുണ്ട്, ഞാൻ ചാറ്റ് ചെയ്ത് കുടുങ്ങി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ ഇപ്പൊ ചെയ്യുക എന്നുള്ളത് ആ കുട്ടികൾക്കുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടിക്ക് ഒരു 10% പോലും ഈ ഒരു ചിന്താഗതിക്ക് എത്തില്ല. കാരണം ഈ പാരന്റ് എന്ന് പറയുന്നത് മറ്റൊരു ലോകം, ഞാനും പെടും അതിൽ.
മറ്റൊരു ലോകത്താണ്, കുട്ടികൾ മറ്റൊരു ലോകത്താണ്. അപ്പൊ എന്താണ്, ഈ രണ്ട് ലോകം കൂടി ഒരുമിക്കാൻ ആർക്കും പറ്റുന്നില്ല. ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ നമ്മളെ കൊണ്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് നമ്മളെ കുട്ടികളെ കൗൺസിലിംഗ് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അവരെ ഒരുപാട് ഉപദ്രവിച്ച് വീട്ടിൽ അടച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഈ ഫോണിൽ ആരൊക്കെയാണ് സംസാരിക്കുന്നത്, ഏത് രീതിയിലാണ് അവർ കോണ്ടാക്ട് ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉള്ളത്, പിന്നെ അതേപോലെ നമ്മുടെ കുട്ടി കറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്നുണ്ടോ, സ്കൂളിൽ പോയി വീട്ടിൽ അതേ സമയത്ത് എത്തുന്നുണ്ട്, ഇത് എത്ര പാരന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നേരം വൈകിയാൽ സ്വന്തം മക്കളെ അന്വേഷിക്കുന്ന ആളുകൾ എത്ര ഉണ്ട്. അവൻ ആൺകുട്ടിയല്ലേ, 15-16 വയസ്സായല്ലേ, അവനങ്ങ് വീട്ടിലേക്ക് വന്നോളും. പിന്നെ പെൺകുട്ടികൾ പോയാലാണ് ചിലപ്പോൾ കുറച്ച് സമയം ഒന്ന് അന്വേഷിക്കുക. ആൺകുട്ടികൾ ആരും തീരെ ശ്രദ്ധിക്കില്ല, അവന് എന്തായാലും വലിയ കുട്ടിയല്ലേ, പിന്നെ നമ്മളെന്ത് പേടിക്കാനാ, അവനെന്നും വരുന്നതാണ്, അവരുടെ വീട് അവനറിയാം, വഴി അറിയാം. ഈ ഒരു ചിന്താഗതിയാണ് നമുക്കൊക്കെ ഉള്ളത്. അപ്പോ ഈ ഒരു കാര്യത്തിൽ തെറാപ്പിന്റെ കൂടെ എന്താണ്, ഇങ്ങനത്തെ ഏറ്റവും അഡോളസെന്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഈ ഒരു സൈക്കോ തെറാപ്പിയിലെ മികച്ചു നിൽക്കുന്ന അഡ്ലറിയൻ തെറാപ്പി എന്നുള്ളത്. പൂർണ്ണമായിട്ടും നിങ്ങൾ കുറെ അതിന്റെ പുസ്തകങ്ങളൊക്കെ കിട്ടുകയാണ്, വായിച്ച് പഠിക്കുക. ഒരുപാട് ടൂൾസ് ഇനിയും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന സ്റ്റേജസ് മാത്രമാണ്, നമുക്കൊരു ടൈം ലിമിറ്റും ഉണ്ടല്ലോ, അതിൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിവേ, താങ്ക് യു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ പറയാനുണ്ടെങ്കിൽ കേസുകൾ പറയാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാറേ? ചോദിച്ചോളൂ. ഒരു ലവ് അഫെയറിൽ പെട്ട ഒരു കുട്ടീനെ കൗൺസിലിങ്ങിന് ആ കുട്ടി വരുന്നില്ല. അപ്പൊ പേരൻസ് അതിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു റിലേറ്റീവിന്റെ അടുത്ത്, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് കൊണ്ടുവന്നാല് ആ കുട്ടീനോട് നമ്മൾ എങ്ങനെ സംസാരിച്ചു തുടങ്ങുക? സംസാരിച്ച് തുടങ്ങാൻ പ്രണയത്തെ കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട. കുട്ടി എന്തിനാണ് വന്നതെന്നുള്ള ആ സബ്ജക്റ്റ് അവിടെ വേണ്ട. കുട്ടീന്റെ അവിടെ എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്, കുട്ടി എവിടെയാണ്, ആരൊക്കെ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എങ്ങനെയാണ് ക്ലാസ് ഒക്കെ, എങ്ങനെ ടീച്ചേഴ്സ് എത്ര ക്ലാസ് ഉണ്ട്, എത്ര സബ്ജക്ട് ബേസ് ആയിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ എന്താണ്, പിന്നെ ആ കുട്ടീന്റെ ഇട്ട ഡ്രസ്സിനെ കുറിച്ച് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, ഏത് സ്റ്റൈലിൽ മുടിയൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുട്ടികളോട് സംസാരിക്കാം. കാരണം ആ നിലവിൽ ഭയങ്കര ആ ഒരു സ്ട്രെസ് ലെവലായിരിക്കും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവുക കുട്ടി. നമ്മൾ എന്ത് ചോദിച്ചാലും ആ കുട്ടി ഒന്നും പറയൂല, അത് 100% ഉറപ്പാണ്. അപ്പൊ എന്താണ്, കുട്ടിയുടെ മനസ്സൊന്ന് മാറി കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് ടൂൾസ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു പ്രശ്നബാധിത മേഖല തൽക്കാലം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പാരന്റിനെ പുറത്ത് നിർത്തിയിട്ട് നമ്മൾ ഒരു 10-15 കുട്ടികളെ ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ലൈഫ് കടന്നിട്ട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടീനോട് ചർച്ച ചെയ്യാം. അല്ലെ, കുട്ടീന്റെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാണ്, അവന്റെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പ്രശ്നം വന്നിട്ട് ഒന്നും ചോദിക്കേണ്ട എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പ്രശ്നമായിട്ട് ഒന്നും ചോദിക്കൂല കുട്ടികളോട്. അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ ആള് ഓക്കെ ആയി എന്ന് കണ്ടാൽ നമ്മൾ എന്താണ് പതിയെ എന്താണ് അതിലേക്കൊന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു സംഭവം പാരന്റ് പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് മോളെ അഭിപ്രായം, അല്ല മോന്റെ അഭിപ്രായം, അത് സത്യമാണോ, നീ ശരിക്കും എനിക്ക് കൗൺസിലിംഗ് എനിക്ക് നിർബന്ധമുണ്ടോ, ഇത്രയൊക്കെ പ്രായം എനിക്ക് തിരിച്ചറിവിന്റെ ഒരു സമയമല്ലേ അത്, ഇത് ശരിയാണോ തെറ്റാന്ന് നിനക്ക് തന്നെ ഒരു ബോധമില്ലേ, ഇതൊക്കെ വേണമെങ്കിൽ എന്നാണ് ഈ പറഞ്ഞ സ്റ്റേജ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്യുമ്പോൾ ആള് നമ്മളോട് കുറച്ച് ഓപ്പൺ അപ്പ് ആവും. തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി എന്തെങ്കിലും ഇതുമായിട്ട്? താങ്ക് യു. അപ്പൊ നമ്മള് PPT വളരെ കുറച്ച് ചെറുതായി പോയെന്ന് സംശയമുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ടേ. ഇപ്പൊ സാധാരണ നമ്മളൊരു മണിക്കൂർ കഴിഞ്ഞാൽ തീരല്ലേ, പിന്നെ ഈ സമയം നമ്മൾ 1.5 മണിക്കൂറുകൾ എടുക്കാറുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്, ഇന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇനിവേ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് മാക്സിമം ജോയിൻ ചെയ്യുക, അറിവുകൾ നേടാൻ ശ്രമിക്കുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, ഈ ഒരു ഇവിടുന്ന് കിട്ടുന്ന ടൂൾസുകളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ എത്തിക്കുക. നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് മാക്സിമം എന്താണ് നമുക്ക് കിട്ടുന്ന നോളജുകളും PPTകളും ഒക്കെ എന്താണ് മറ്റുകളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മളൊരു വിമിൽ അക്കാദമിന്റെ ഒരു പുതിയൊരു നമ്മൾ ഒരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. വരുന്ന വെള്ളിയാഴ്ച മുതലാണ് 5 AM ക്ലബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലബിലേക്ക് മാക്സിമം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും 5 മണി മുതൽ 5 മണിക്കാണ് ഉണ്ടാവുക, നാട്ടിലത്തെ 5 മണി സമയം.
ഒരു 5 മിനിറ്റ് ഒരു പിന്നെ റിലാക്സേഷൻ കാര്യങ്ങളായിരിക്കും. അതിനുശേഷം ഏതെങ്കിലും ട്രെയിനറോ നമ്മുടെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകളോ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു അരമണിക്കൂർ സംസാരിക്കാം. നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങളെക്കുറിച്ചും നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയാം. രാവിലത്തെ നമുക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും ദിവസം നമുക്ക് വേണ്ടി എഴുന്നേറ്റിട്ട് നമുക്ക് അതിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ കുറെ കാര്യം കേട്ടോ എന്നുള്ളതല്ല. നമുക്ക് വേണ്ടി രാവിലെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അലാറം വെച്ചിട്ട് എഴുന്നേക്കാത്തവരെ കാര്യമാണ്. അപ്പോ ആ സമയത്ത് എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങളൊന്ന് ബ്രീത്തിങ് എടുക്കുക. ഒരു 5 മിനിറ്റ് നല്ല രാവിലെ തന്നെ ഒരു മനസ്സമാധാനത്തോടെ റിലാക്സേറ്റ് ആയിട്ട് ഡ്യൂട്ടിക്ക് പോവുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അതിലൊക്കെ നിങ്ങളിൽ തന്നെ പല ആളുകളും അങ്ങനത്തെ ജോയിൻ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു വിംബിൾഡൺ അക്കാദമിന്റെ കീഴിൽ ഒരു തുടങ്ങുന്നുണ്ട്. 16-ാം തീയതിയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഗ്രൂപ്പിലെ ലിങ്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്യുക. എന്തായാലും 30 ദിവസം 30 ട്രെയിനേഴ്സും മെന്റലായിട്ടും മറ്റുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ ആളുകളുണ്ട് അവിടെ. അപ്പൊ മാക്സിമം അതിലൊരു ദിവസം ഞാനും ഉണ്ടാവും എന്നുള്ളതാണ്. അതിനൊരു ഭാഗ്യം എനിക്കും കിട്ടിയിട്ടുണ്ട്. എനിവേ പറ്റുന്ന ആളുകളൊക്കെ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ലിങ്ക് ഒക്കെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ. അവിടെ നഷ്ടങ്ങളൊന്നുമില്ല. ഒരുപാട് ഫീസ് കൊടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മറ്റേന്തോ നമ്മുടെ ഒരു ആരോഗ്യം ഒക്കെ കൊണ്ട് കളയുക എന്നുള്ളതൊന്നല്ല. രാവിലെ ആകുമ്പോൾ മാക്സിമം എല്ലാവരും എഴുന്നേൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആരെങ്കിലും എന്താ പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീക്കിൽ കാണാം പുതിയൊരു തെറാപ്പിയുമായിട്ട്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു.